പവറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കാര്യങ്ങൾ കേട്ടു പോവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം പേജ് ആണ് ഇപ്പൊ കാണുന്നത്. നമുക്ക് ആക്ച്വൽ അസറ്റിലേക്കാണ് നമുക്ക് സാധനങ്ങളൊക്കെ വരേണ്ടത്. അസറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അസറ്റിന്റെ പേജിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഇതിൽ നമുക്ക് 2-3 ഓപ്ഷൻസ് കാണാൻ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ആഡ് ഫണ്ട്, വിഡ്രോ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ആയിട്ടൊരു 3 ഹെഡിങ്സ് കാണുന്നുണ്ടാവും. അതിൽ ആഡ് ഫണ്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജിലേക്ക് വരുന്നുണ്ടാവും. ഇതിലാണ് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഏത് ക്രിപ്റ്റോ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, നമുക്ക് ബേസ് കറൻസി USDT ഉണ്ടെങ്കിലാണ് മറ്റുള്ള നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. മറ്റതും ട്രേഡ് ചെയ്യാം, അത് കൺവേർട്ട് ചെയ്ത് USDT ആക്കി മാറ്റാം. നമ്മളെ സംബന്ധിച്ച് USDT മേടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. കൂടുതൽ ആളുകളുടെ കയ്യിലും ഉള്ളത് USDT ആയിരിക്കും. അപ്പോൾ USDT മേടിക്കുക. USDT മേടിക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾ ആദ്യത്തെ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ USDT എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ചൂസ് നെറ്റ്വർക്ക് എടുക്കുക. ഇതിൽ നമുക്ക് നിരവധിയായിട്ട് നെറ്റ്വർക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ചില വാലറ്റുകളൊക്കെ പ്രൈവറ്റ് വാലറ്റുകളൊക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളായിരിക്കും അവരുണ്ടായിരുന്നത്. അത് ഉപയോഗിച്ച് മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അവരുടെ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചു കൊണ്ടിട്ട് ഇപ്പോൾ USDT കൈവശമുള്ള ആളുകളുടെ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിക്കുക. അതിനുശേഷമുള്ള വാലറ്റ് അഡ്രസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് BEP20 അല്ലെങ്കിൽ ബിനാൻസ് സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റുമാണ്, നമുക്ക് ഫീസ് വളരെ കുറവാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ ഇതിന്റെ ട്രാൻസ്ഫർ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ പരമാവധി അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ മാക്ലൈൻ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് പോളിഗണ്ണാണ് ആവശ്യം. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ തന്നെ അപ്പം തന്നെ അത് അങ്ങനെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട. അതിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ മാത്രം പോളിഗൺ അഡ്രസ് എടുത്ത് വിഡ്രോ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ BEP20 എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു QR കോഡും ഒരു വാലറ്റ് അഡ്രസ്സും നിങ്ങൾക്ക് ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഈ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കോപ്പി ചെയ്യുക. ഇത് ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ വരും. ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഈ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ SMS ഒക്കെ ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വാലറ്റിലുള്ള ഫണ്ട് നിങ്ങൾക്ക് അവരെ വിഡ്രോവൽ എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആക്കി തരുന്നുണ്ടാവും. നിങ്ങളുടെ എത്ര തുകയാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള USDT നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എടുക്കുക, USDT സെലക്ട് ചെയ്യുക, നെറ്റ്വർക്ക് ചൂസ് നെറ്റ്വർക്ക് എടുക്കുക, BEP20 അതെടുക്കുക, അഡ്രസ്സ് കോപ്പി ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ. ഓക്കെ. അത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സണൽ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ആ വാലറ്റ് നിങ്ങളുടെ പെർമനന്റ് വാലറ്റ് ആണ്. നിങ്ങളുടെ ആ വാലറ്റ് അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും USDT ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിന് BEP20 ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നെറ്റ്വർക്ക്. അത് കൈവശമുള്ള ആരുടെ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നിങ്ങളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഫണ്ട് ഇതിലേക്ക് വന്നു, നിങ്ങളുടെ ഫണ്ട് ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിന്റെ ഏറ്റവും താഴത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഹോം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മാർക്കറ്റും കാണാം, അതിന്റെ തൊട്ട് താഴത്ത് സ്പോട്ടും കാണാം. ഓക്കെ. ഈ സ്പോട്ടിൽ നിങ്ങൾക്കുള്ള കോയിനുകൾ ഏകദേശം ഒരു 2000-2500 കോയിൻ എടുത്ത് നമ്മുടെ മിഡ്ഗെറ്റിൽ ഉണ്ട്. മിഡ്ഗെറ്റിലുള്ള 2000 കോയിനുകളിലൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ടോപ്പ് 10 കോയിനുകൾ എടുക്കുക. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മറ്റു കോയിനുകളുടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 10 അല്ല, ടോപ്പ് 20 വരെയൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. 20 കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് താഴത്തേക്ക് ഒരുപാട് പോകുന്നതോറും 200-ഓ 250-ഓ 500-ഓ ഒക്കെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് മാർക്കറ്റ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കയറി വരണമെന്നുണ്ടെങ്കിൽ ഒരു 90% ഒരു കൊല്ലമൊക്കെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ചിലപ്പോൾ ചിലതൊക്കെ വ്യത്യസ്തം ഉണ്ടാവാം, പക്ഷെ ഓൾമോസ്റ്റ് കോയിനുകളും അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മളൊരു ടോപ്പ് 10-ഓ ടോപ്പ് 20-ഓ കോയിനോ എടുത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ മേടിച്ച പ്രൈസിലേക്കും അതിന്റെ മുകളിലേക്കും ഒക്കെ എപ്പോഴും മാറി മാറി വരുന്നുണ്ടാവും. ഹൈ വോൾട്ടാലിറ്റി ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഇതിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 2 കോയിനുകൾ എന്ന് പറയുന്നത് ഒന്ന് BTCയും ഒന്ന് സൊളാനോയാണ്. അത് എന്തുകൊണ്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് BTC എന്ന് പറയുന്നത് ഒരു മദർ കറൻസിയാണ്, ക്രിപ്റ്റോന്റെ തുടക്കക്കാരൻ എന്നുള്ള ഒരു കറൻസി ആയതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിന്റെ വോൾട്ടാലിറ്റിയും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം.
ഇപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ ദിവസവും ഒരു 1 hour ചാർട്ടാണ് ഈ കാണുന്നത്. ഇത്രയും ഫ്ലക്ച്വേഷൻ ഉണ്ട്. അതായത് ഇന്നലത്തെ ഒരു 24 hours മാർക്കറ്റിൽ ഇന്നലത്തെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 1,15,000 അല്ല സോറി $1,17,272.72 ഹയസ്റ്റ് വരികയും അല്ലെ 24 hours മാർക്കറ്റിൽ 1,17,272. അത് കുറച്ചും കൂടെ കൂടിയിട്ട് 1,17,655 വരികയും ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് 1,15,960. ഏകദേശം ഒരു 2000-ത്തിനടുത്തുള്ള ഡോളറിന്റെ വ്യത്യാസം ഓരോ ദിവസങ്ങളും വരുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെ വളരെ വോൾട്ടാലിറ്റി കൂടുതലുള്ള ഒരു കോയിനും, പക്ഷെ നമുക്കൊരു ആവറേജ് എപ്പോഴും ആ ഒരു പ്രൈസിൽ നിൽക്കുന്നുണ്ടാവും. നമുക്ക് ചിലപ്പോൾ 110 വരുന്നുണ്ടാവും, ചിലപ്പോൾ 120 പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങിച്ച പ്രൈസിലേക്ക് എപ്പോഴും വരും, നമുക്ക് പ്രോഫിറ്റ് എപ്പോഴും എടുക്കാൻ പറ്റാവുന്ന ഒരു കോയിനാണ് BTC. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോളാനോ. സോൾ എന്ന് പറയുന്ന കോയിനും അതുപോലെ തന്നെയാണ്. നമുക്ക് ഇന്നലത്തെ ഹൈയസ്റ്റ് എന്ന് പറയുന്നത് 179.63 ഏറ്റവും ഇന്നലത്തെ ലോവസ്റ്റ് 24 hours ലോവസ്റ്റ് എന്ന് പറയുന്നത് 173.55. ഓക്കെ, ഇതാണ് ഇതിന്റെ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയും വോൾട്ടാലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. ക്യാൻഡിലേക്കൊക്കെ ഞാൻ അടുത്ത ഘട്ടങ്ങളിലേക്ക് വരാം. നമ്മളെ സംബന്ധിച്ച് നമ്മളിത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യണേ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പുതിയ ആളുകളെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്, നമ്മൾ USDT വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്പോട്ടിൽ നമുക്ക് 2-3 ടൈപ്പ് ട്രേഡ് ചെയ്യാം. സ്പോട്ട് ചെയ്യാം, മാർജിൻ ചെയ്യാം, ഫ്യൂച്ചർ ചെയ്യാം, ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്പോട്ട് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മളുടെ കയ്യിൽ വശമുള്ള സാധനം മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുന്നു. അതിന് മാക്സിമം പ്രോഫിറ്റ് ആക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് 2-3 രീതികൾ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആക്കിക്കൊണ്ടിട്ട് ഓരോ പ്രാവശ്യവും മാർക്കറ്റ് താഴ്ന്ന അനുസരിച്ചുകൊണ്ട് കൂടുതലാക്കിക്കൊണ്ട് കൂടുതൽ മേടിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് കയറുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നോർമലി നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും എങ്ങനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടിരിക്കുകയും, അത് പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ബൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഗ്രൂപ്പിൽ മാക് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ദിവസത്തെ ഇതിന്റെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നമ്മൾ ഇടുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ USDT വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇതാണ് ട്രേഡിംഗ് പേജ് എന്ന് പറയുന്നത്. ഈ പേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബൈയും സെല്ലും എന്ന് പറയുന്ന മുകളിൽ 2 ഓപ്ഷൻ കാണാം. അതിൽ ബൈയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ബൈയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൈസിൽ വേണമെങ്കിലും വാങ്ങിക്കാം. ഇപ്പൊ നമുക്ക് 177.03 ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ എത്ര തുകയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു 10% തുകയ്ക്ക് വേണം ബൈ ചെയ്യാൻ. ഒരു എക്സാമ്പിൾ, ഒരു $1000 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു $100 ആദ്യത്തെ ബൈ നടത്തുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. $100 ആദ്യത്തെ ബൈ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ $1000 ഇട്ടു. ഇപ്പോഴത്തെ അവസ്ഥയിൽ 177.02 അതിങ്ങനെ ചേഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഏത് പ്രൈസ് ഇവിടെ ഇപ്പൊ 177.06 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ $100 ഇട്ട് ബൈ സോൾ എന്നുള്ള ഇതിൽ താഴത്ത് ബൈ സോൾ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലൈവ് പ്രൈസിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ ഏറ്റവും മുകളിൽ തന്നെ ബൈയും സെല്ലും കാണുന്നുണ്ട്. ആ സെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുക. സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന 177 ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1% പ്രോഫിറ്റിൽ സെല്ല് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിട്ട് 179 ആക്കുക. 179.11 എന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1% പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ വാങ്ങിച്ചതിന്റെ. 177 മേടിച്ചത് 179 മേടിക്കുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം ചെറിയ പ്രോഫിറ്റ്, അതിന്റെ ഒരു 1% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും $100. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തെ ഒരു ഗ്രാഫ് പോലെ കാണാം, 0%, 25, 50, 75 എന്നൊക്കെ ഉള്ളത്. അതിൽ വന്നിട്ട് 100% ആക്കുക. 100% ആക്കിയിട്ട് സെൽ സോൾ ആ പ്രൈസിൽ 179.1 എന്നുള്ള പ്രൈസിൽ സെൽ സോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ
മാർക്കറ്റ് അപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെല്ലായി മാറും. 1% ആ പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് സെല്ലായിട്ട് പ്രോഫിറ്റ് എടുക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെല്ല് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു 5-10 മിനിറ്റ് 10-15 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു 0.5% മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. മാർക്കറ്റ് ഒറ്റയടിക്കാൻ ഒരിക്കലും കയറി പോകില്ല. കാരണം നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇതിന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ 176.96 നിൽക്കുന്നത്. അതിന്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 176.91 8-9 ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മുകളിൽ സെല്ല് ചെയ്യാൻ വേണ്ടി 177.07 177 ആ ഒരു റേഷ്യോയില് റേറ്റ് കൂടിയ റേറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പൊ ഈ റേറ്റുകളിലേക്കൊക്കെ മാർക്കറ്റ് അടുത്ത സമയങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബയ്യേഴ്സും സെല്ലേഴ്സും ഇങ്ങനെ ബൈ ആയിട്ട് ലൈൻ ക്യൂ നിൽക്കുന്നതുകൊണ്ടിട്ട് ആ ലൈൻ ഇപ്പൊ 177.07 എന്നുള്ളത് അടുത്ത സെക്കൻഡിൽ വരും. ഓക്കെ, അതുപോലെ താഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ 176.95 എന്നുള്ള ലെവലിലേക്കും താഴത്തേക്കും വരും. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ഇത് നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള റെഡ് കളറും ഗ്രീൻ കളറും ഉള്ള ആ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ബൈയിങ് ഓർഡറും സെല്ലിംഗ് ഓർഡറും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയായാൽ 179.1 നമ്മുടെ മാർക്കറ്റ് സെൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കുക. ചാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ട്രെൻഡ് കാണാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒന്ന് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം മേടിച്ചതിനെക്കാട്ടിയും കുറഞ്ഞൊരു പ്രൈസിലേക്കോ അല്ലെങ്കിൽ വിറ്റതിനെക്കാട്ടിയും കുറഞ്ഞൊരു പ്രൈസിലേക്കോ മാർക്കറ്റ് വരുന്നുണ്ടാവും. ആ പ്രൈസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു ബൈ നടത്തുക ലൈവ് മാർക്കറ്റിൽ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും അത് മാർക്കറ്റ് ബുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1% പ്രോഫിറ്റ് വന്നാൽ അത് സെല്ല് ചെയ്യുക. വീണ്ടും ഇനി മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകണമെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അത് വീണ്ടും വാങ്ങിക്കുക. അടുത്ത ഒരു 10-15 അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വാങ്ങിക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ വീണ്ടും വിൽക്കുക. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആക്ച്വൽ എമൗണ്ടിന്റെ, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടിന്റെ 10% മാത്രമാണ് നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം മേടിച്ചത് 177.06 നമ്മൾ വാങ്ങിച്ചത്. മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴത്തേക്ക് വരാം അല്ലെ. നമുക്ക് എപ്പോഴും മുകളിലേക്ക് പോകണമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഹൈ വോൾട്ടാലിറ്റി ആണ് ക്രിപ്റ്റോന്റെ, ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ബയേഴ്സ് ഏറ്റവും കുറഞ്ഞ മാർക്കറ്റിൽ കിട്ടാൻ നോക്കും, സെല്ലേഴ്സ് ഏറ്റവും കൂടിയ പ്രൈസിൽ വിൽക്കാനും നോക്കും. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് കൊണ്ടിട്ട് മാർക്കറ്റിൽ വേരിയേഷൻ വരും. അപ്പൊ അങ്ങനെ മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ, ഇപ്പൊ നമ്മൾ മേടിച്ചതിനെക്കാട്ടിയും അല്ലെ ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിനെക്കാട്ടിയും മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. 176.92 താന്നു. അത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 177.06 നമ്മൾ ആദ്യം മേടിച്ചത്. ഇതിന്റെ ഈ പ്രൈസിന്റെ ഒരു 2% മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ, 2% മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ നമുക്ക് വീണ്ടും വാങ്ങിക്കണം, ആവറേജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 177 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു $3.75 താഴത്തേക്ക് വന്നാൽ, 177 മേടിച്ചത് ഒരു 173.5 വന്നു കഴിഞ്ഞാൽ, 173.5 മാർക്കറ്റ് താന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മേടിച്ചത് $100 ആണെങ്കിൽ വീണ്ടും നമ്മൾ $200 വാങ്ങിക്കണം. $200 വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഇവിടെ താഴത്ത് ഓർഡേഴ്സ്, അസറ്റ്, കോപ്പി, ബോട്ട്, റൈറ്റ് സൈഡിൽ ഒരു ക്ലോക്കിന്റെ പടം, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ അസറ്റിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മളുടെ ഓർഡേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ നമ്മളുടെ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറഞ്ഞൊരു പ്രൈസും ഇതിന്റെ താഴത്ത് കാണിക്കുന്നുണ്ടാവും. അപ്പൊ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആവറേജ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ മേടിച്ചിരിക്കുന്ന പ്രൈസ്, ഇപ്പൊ നമ്മൾ ആദ്യം മേടിച്ചിരിക്കുന്നത് 177.06 മാർക്കറ്റ് താഴത്തേക്ക് പോയി 173.5 വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 173.5 കിടക്കുമ്പോൾ അതിന്റെ ബ്രേക്ക് ഈവൻ പ്രൈസും 173.5 തന്നെയായിരിക്കും കിടക്കുന്നത്. സോറി, 176 മേടിക്കുമ്പോൾ 176.4 തന്നെയായിരിക്കും കിടക്കുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസ്. അത് മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ട് 173.5 വാങ്ങിക്കുമ്പോഴത്തേക്കും അത് രണ്ടിന്റെയും കൂടെ കൂടി ആവറേജ് കൂട്ടിയിട്ട് ഒരു 175.5 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ബ്രേക്ക് ഈവൻ പ്രൈസ് കിടക്കുക. അപ്പൊ ആ ബ്രേക്ക് ഈവൻ പ്രൈസിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ബൈ ചെയ്യുക ആദ്യം തന്നെ. അപ്പൊ അത് മാർക്കറ്റിൽ ചെന്ന് ബൈ ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് ഏതെങ്കിലും സമയത്ത് ഈ പറയുന്ന പോലെ ഒരു അടുത്ത ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് വീണ്ടും മാർക്കറ്റ് കയറിയിട്ട് ആ ബ്രേക്ക് ഈവൻ പ്രൈസിൽ മുകളിൽ, നമ്മൾ ആദ്യം മേടിച്ച പ്രൈസിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ബ്രേക്ക് ഈവൻ പ്രൈസിന് മുകളിൽ ഒരു 1% നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സെൽ ഓർഡർ എടുക്കുക. ആദ്യത്തെ ഓർഡർ, നമ്മൾ ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 179.
അത് ക്യാൻസൽ ചെയ്തിട്ട് ആ ബ്രേക്ക് ഈവൻ പ്രൈസിന്റെ മുകളിൽ ഏതാണോ പ്രൈസ് വരുന്നത് ആ പ്രൈസ് സെറ്റ് ചെയ്ത് കൊണ്ടിട്ട് വീണ്ടും മോഡിഫൈ ചെയ്ത് ആ ഓർഡർ വീണ്ടും മോഡിഫൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓരോ സമയങ്ങളിൽ മാർക്കറ്റ് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വാങ്ങിക്കുക, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ വീണ്ടും സെല്ല് ചെയ്യുക. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു 177.04 വാങ്ങിച്ചു, വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോയി 173.5 വാങ്ങിച്ചു, വീണ്ടും എന്തുണ്ടാവും, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ആവറേജ് ചെയ്ത് നമുക്ക് സെല് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവും. ഇൻ കേസ് അതും വന്നിട്ടില്ല, മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബെയറിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 173.5 മേടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അതിലും താഴത്തേക്ക് അല്ലെ, ഇപ്പൊ ഒരു 3% താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3% എന്ന് പറയുമ്പോഴത്തേക്കും ഒരു $5 കൂടെ താഴത്തേക്ക് വന്നാൽ എന്ന് പറഞ്ഞാൽ ഒരു 168 വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് എഡിറ്റ് ചെയ്യുക, വീണ്ടും എഡിറ്റ് ചെയ്യുക. അത് ബൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 168 ഒരു 168 അല്ലെങ്കിൽ 167.9 168.1 ഒക്കെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ $400 വെച്ചിട്ട് ബൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ $100 മേടിച്ചു, വീണ്ടും $200 മേടിച്ചു, വീണ്ടും അടുത്ത ബൈ എന്ന് പറയുന്നത് $400 മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ. അപ്പൊ 168 വന്നു, നമുക്ക് 177 ഉണ്ടായിരുന്ന സാധനം ഏകദേശം ഒരു $9 അല്ലെ, $9 മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങി. 177 168 മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം ഒരു 5% മാർക്കറ്റ് ഇറങ്ങിയിട്ടുള്ള നേരം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, $400 ആദ്യം മേടിച്ചതും ഇടയ്ക്ക് വാങ്ങിച്ചതും അതിന്റെ ഇരട്ടിയായിട്ട് വീണ്ടും വാങ്ങിക്കുക എന്നുള്ളതാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇങ്ങനെ മൂന്നാമത്തെ ബൈയും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൈസ് 177 ആണ്. നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് പോയാൽ ആദ്യം 164 മേടിച്ചിട്ടുണ്ട്, 165 മേടിച്ചിട്ടുണ്ട്, വീണ്ടും 168 കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ബൈയും പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 172 173 ഒക്കെ ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 172 ഒക്കെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഈവൻ പ്രൈസ് ആയി ഉണ്ടാവും. അതിനും 1% കൂടെ കൂട്ടിയിട്ടുള്ള ഒരു പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിട്ട് സെൽ ഓർഡറും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ദിവസം ഏതെങ്കിലും സമയത്ത് ആ പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, അത് സെല് ചെയ്ത് മാറാം. ഇൻ കേസ് വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങളത്തെ ഒരു 30% തുകയും കൂടെ ഉണ്ട്. ആ തുകയ്ക്കും കൂടെ ഒരു 4% കൂടെ മാർക്കറ്റ് ഇറങ്ങിയാൽ അതിനും കൂടെ വാങ്ങിക്കുക. അപ്പൊ ഒരു ആവറേജ് വന്ന് നിങ്ങളുടെ മൂന്നാമത് മേടിച്ച പ്രൈസിലേക്ക് എത്തുമ്പോൾ ബ്രേക്ക് ഈവൻ പ്രൈസ് ആയിട്ടുണ്ടാവും. അതിന്റെ മുകളിലേക്ക് ഒരു 1% വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്ത് മാറാം. ഇതൊരു 24 hours ഒരു 10% മാർക്കറ്റിന്റെ വോൾട്ടാലിറ്റി. സാധാരണ ഈ കഴിഞ്ഞ ഒരു കുറെ കാലങ്ങളായിട്ട് സൊളാനോ എന്ന് പറയുന്ന കോയിനുള്ളത് ഒരു മാക്സിമം 10% ആണ്. അത് ചില ദിവസങ്ങൾ 5% മുകളിലേക്ക് പോവും, 5% താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ചില ദിവസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഈ പറയുന്ന 10% വരെ താഴത്തേക്ക് പോയിട്ടുണ്ടാവും. തിരിച്ച് അടുത്ത ദിവസങ്ങളിൽ 10% മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇതാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും 10% പരമാവധി. ഏറ്റവും ബെയറിഷ് മാർക്കറ്റിൽ പോയാലും സംഭവിക്കുന്ന അതാണ്. ഒരു 5 to 8% മാക്സിമം പോകാറുള്ളത്. ഞാനൊരു 10% പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 10% മാർക്കറ്റ് താഴത്തേക്ക് പോയാൽ പോലും നമുക്ക് ആവറേജ് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എല്ലാ ദിവസവും. ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതായിരിക്കണം പുതിയ ആൾക്കാർ ചെയ്യേണ്ടത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, അതിനുശേഷം അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും ഈ പറഞ്ഞ ഭാഗങ്ങൾ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫാസ്റ്റ് ആയിട്ട് പുതുതായ ആൾക്കാർക്ക് ചോദിക്കാം, പഴയ ആൾക്കാർക്ക് ചോദിക്കണ്ട. അവർ പഴയതാണ്, ഇന്നലെ വന്നു, ഞാൻ ഇന്നലെ ഇത് കേട്ടതാണ്, അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളിൽ പുതിയതെന്ന് പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ 10-15 ദിവസം അല്ല ഒരു മാസത്തിനകം ജോയിൻ ചെയ്തവർക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ സംശയം വന്നിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ചോദിച്ചോളൂ. ഹലോ സാർ, ട്രേഡ് ചെയ്തോട്ടെ. ഞാൻ ട്രേഡ് ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ, ശരിയായ രീതിയിലാണോ ചെയ്യുന്നതെന്ന് അറിയാൻ. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചോളൂ, നമുക്ക് ചോദിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കണേ, സ്പീഡ് ആവണം. സ്ക്രീൻ ഷെയർ കൊടുത്തു, കാണുന്നുണ്ടോ? ഇല്ല. ഷെയർ എടുക്കുക, സ്ക്രീൻ എടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. കഴിഞ്ഞ ദിവസം മാഡം ചെയ്തിരുന്നല്ലേ പ്രാവശ്യം? കഴിഞ്ഞ ദിവസം സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നതല്ലേ? ഹലോ കൊടുക്കണോ? ഹലോ കൊടുക്കണോ? ഹലോ ആണോ കൊടുക്കണ്ടേ?
നേരത്തെ second. പ്രീവിയസ് ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. സ്ക്രീൻ എന്ന് പറയുന്നതിലല്ലേ ക്ലിക്ക് ചെയ്യണ്ടേ? സ്ക്രീൻ. സ്ക്രീൻ എന്ന് പറഞ്ഞ മുകളിലേക്ക് ആരോ ഉണ്ട്. ഷെയർ എന്ന് പറഞ്ഞ ആരോ ഉണ്ട് മുകളിലേക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സ്ക്രീൻ കാണും. സ്ക്രീൻ കൊടുത്തപ്പോ അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഗാലറി അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും താഴെ സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഏറ്റവും താഴെ സൂം. ഓക്കെ 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 ഓക്കെ. ആ സൂമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ പെർമിഷൻ ചോദിക്കുന്ന ഒരു ബട്ടൺ ഓപ്പൺ ആയിട്ടുണ്ട്. അത് എന്നിട്ട് ബാക്ക് വരും. കൊടുത്തു. ബാക്ക് വരും. അപ്പൊ സ്റ്റാർട്ട് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ബിറ്റ്ഗെറ്റ് എടുക്കും. ഓക്കെ. ഇനി ആ ഹിസ്റ്ററി അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ക്ലോക്കിന്റെ പടം കണ്ട് അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ട്രേഡ് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ട്രേഡ് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. നെറ്റിന്റെ സ്ലോ ഉണ്ട് അവിടെ, അതാണ്. അല്ല, അതൊന്നും ചെയ്യണ്ട. വൈഫൈ എടുത്തിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ, ബാക്ക് പോയിട്ട് ബിറ്റ്ഗെറ്റ് എടുത്തോളൂ. കാണുന്നുണ്ട് സർ. ബിറ്റ്ഗെറ്റ് എടുക്കൂ. ബിറ്റ്ഗെറ്റ് കാണുന്നില്ല. കാണുന്നില്ല. ആ ക്ലോക്കിന്റെ പടത്തിൽ ക്ലിക്ക് ചെയ്യൂ. ട്രേഡ് ഡീറ്റെയിൽസ് എടുക്കൂ. ഓക്കെ. താഴെ പോണോ? ഏറ്റവും താഴ്ന്ന എടുത്തു. ഏതാ സമയത്ത് ട്രേഡ് തുടങ്ങി നോക്കാം നമുക്ക്. 3.8 ആദ്യം വാങ്ങിച്ചു. 162 വാങ്ങിച്ചു. അതിന്റെ തൊട്ട് മുകളിൽ എന്താണുള്ളത്? 161 വീണ്ടും വാങ്ങിച്ചു. ചെറിയ എമൗണ്ടുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. 164 വന്നപ്പോൾ വാങ്ങിച്ചു. 168 സെല്ലാക്കി. ഓക്കെ, ഇത് കുഴപ്പമില്ല കേട്ടോ നമുക്ക്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോഴാണ് കൂടുതൽ വാങ്ങിക്കേണ്ടത്, മുകളിലേക്ക് കയറുമ്പോഴല്ല. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പഠിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞാണ് അത് മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ലാസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് 168 4.8 168.9 വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം 5.8 165 വാങ്ങിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 171 വിറ്റിട്ടുണ്ട്. അങ്ങനെയല്ലേ? 5.8 163 വാങ്ങിച്ചു. ഓക്കെ, $7 വാങ്ങിച്ചിട്ടുണ്ട്. 163 വാങ്ങിച്ച് 165 വിറ്റിട്ടുണ്ട്. $12 വിറ്റിട്ടുണ്ട്, എല്ലാം കൂടെ കൂട്ടിയിട്ട്. വീണ്ടും 167.6 വാങ്ങിച്ചിട്ടുണ്ട്. 169 വിറ്റിട്ടുണ്ട്. അതൊക്കെ പ്രീവിയസ് ഹിസ്റ്ററി ആണല്ലോ, 6-8 ഓക്കെ. 7.8 167 വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇന്നലത്തെ എടുത്താൽ മതി, നമ്മൾ പ്രീവിയസ് ഒന്നും എടുക്കണമെന്നില്ല. 170 വിറ്റിട്ടുണ്ട്. അത് ഓക്കെ. എല്ലാം എടുത്തോ, കുഴപ്പമില്ല. ഏതായാലും കുറച്ചും കൂടെ അല്ലേ ഉള്ളൂ. 7.8 വാങ്ങിച്ചു. $8 മേടിച്ചു. $16 ആയപ്പോ വീണ്ടും $16 വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ? 173 വന്നപ്പോൾ. അല്ല, അത് രണ്ടും ഒരേ പ്രൈസിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണ്. 173.2 $8 മേടിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അതേ പ്രൈസിന് തന്നെ വീണ്ടും $16 മേടിച്ചിട്ടുണ്ട്. അതൊരു ശരിയല്ല. നമ്മൾ മാർക്കറ്റ് ഇറങ്ങും. പിന്നെ വീണ്ടും 172 പോയിട്ട് $5 മേടിച്ചിട്ടുണ്ട്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. 172 വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, പെർസെൻറ്റേജ് നമ്മൾ നോക്കണം. മിനിമം ഇപ്പൊ ഈ ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് കയറുന്നത് കൊണ്ടിട്ട് ചില സമയത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ നോക്കിയിരിക്കേണ്ടി വരും. ഓക്കെ. 8.8 ലാസ്റ്റ് സെല്ലാണോ ഈ 175 എന്ന് പറയുന്നത്? അല്ല, വീണ്ടും മേടിച്ചിട്ടുണ്ട്. 177 വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടായിട്ട് നമുക്ക് വിൽക്കണ്ട, നമുക്ക് ഒറ്റടിക്കായിട്ട് വിൽക്കാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സെൽ ഓർഡർ മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ അതാണ്. ഓക്കെ. ലാസ്റ്റ് മേടിച്ചിരിക്കണാണോ ഈ കാണുന്നത്? 175.2 മേടിച്ച് 179 വിറ്റത്. ഓക്കെ. അത് ചെറിയ ഡോളർ മേടിച്ചിട്ടുള്ളൂ അല്ലേ? $3 മേടിച്ചു. $3.6 വിറ്റു. ഓക്കെ. പിന്നെ ഇത് ഓർഡറിലുണ്ട് ഓർഡേഴ്സ്. അല്ല, ഓർഡേഴ്സ് ഓരോ പ്രാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ബൈയും സെല്ലും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ സാധനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ സെല്ലിന് ഞാൻ ഇട്ടിട്ടുണ്ട് 180 ഇട്ടിരിക്കുന്നത്. $17. അല്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് മാർക്കറ്റ് കയറി വരും. 180 സെല്ലാവും.
പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പ്രാവശ്യവും ആവറേജ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഓർഡർ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഓർഡർ മോഡിഫൈ ചെയ്യണം, പുതിയ ഓർഡർ ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, അടുത്ത ആൾ എടുത്തോളൂ. താങ്ക് യു സർ. ഓക്കെ, സ്റ്റോപ്പ് ഷെയർ കൊടുത്തോളൂ. സ്റ്റോപ്പ് ഷെയർ. അടുത്ത ആരാണ്? പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ. ഹായ്, എൻ്റെ പേര് ജെറിൻ. ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ UK-ലാണ്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലാണ്. അപ്പം ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സുകൾ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ എനിക്കിനിയും കിട്ടുമായിരിക്കുമോ? ഉണ്ട്, നാളെയൊക്കെ ഉണ്ടല്ലോ. അല്ല, നമുക്ക് എല്ലാ ഇത് ദിവസവും സെയിം ഉണ്ട്. എല്ലാ ദിവസവും സെയിം കാര്യം തന്നെയാണോ? റിപ്പീറ്റഡ് ആയിട്ട് പഠിപ്പിക്കുവാണോ? നമ്മൾ ബേസിക് കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. പിന്നെ നിങ്ങളുടെ ശരി, ശരി. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോവുകയായിരിക്കും നമ്മൾ ചെയ്യുക. അല്ല, ബേസിക് കാര്യങ്ങൾ ആരാണ്? വീണ്ടും കിട്ടുമോ എന്ന് അറിയാനായിരുന്നു. കിട്ടും. ബേസിക് കാര്യം എല്ലാ ദിവസവും കിട്ടും. ആരാണ് സ്പോൺസർ? ആരാണ്? ജിബു ജോൺ. ഓക്കെ. താങ്ക് എനിക്ക് യു. തോന്നുന്നു പുതിയ ആൾക്കാര് കുറച്ച് പേരെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. UK തന്നെ വേറൊരാളുണ്ടല്ലോ. ഇപ്പം ഒന്ന് പരിചയപ്പെടുത്തിക്കോ. നേരത്തെ പരിചയപ്പെടുത്താത്തവരാരുണ്ട്, പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് നേരത്തെ ജെറിൻ. കറൻ്റ്ലി UK-ലാണ്. ഞാൻ മാവേലിക്കരയാണ് എൻ്റെ സ്ഥലം. ഞാനിവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്. വന്നിട്ട് 3 വർഷമാകുന്നു. ട്രേഡിങ്ങിൽ ഞാൻ കുറേ പൈസ കളഞ്ഞു, പലയിടത്തും വിളിച്ചു പലത് ചെയ്ത്. ഇനി എല്ലാവർക്കും കളഞ്ഞതൊക്കെ നമുക്ക് തിരിച്ചുണ്ടാക്കാം. ഓക്കെ. അടുത്ത വേറെ ആരാണ്? പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തിക്കോ. നേരത്തെ ഒരു ഫൈസൽ നെല്ലിയുള്ള സജി പോൾ. ദിലീപ് ഒന്ന് പരിചയപ്പെടുത്തൂ. ദിലീപ്, പുതിയ ആൾക്കാരെ ഉണ്ടല്ലോ. സജി പോൾ ഇടുക്കി മുരിക്കാശ്ശേരിക്കാരനാണ്. ഇപ്പൊ അവൻ UK-ല് ആള്. ഓക്കെ, സജി പോളും പരിചയപ്പെടുത്തിക്കോളൂ. UK തന്നെയല്ലേ സജി പോൾ? സജി പോൾ ഉറങ്ങിപ്പോയോ? ഹലോ, ഇല്ല, പറഞ്ഞോ, പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് സജി പോൾ. ഞാൻ ഇടുക്കിയിലാണ്. ഞാൻ 2 വർഷമായി UK വന്നിട്ട്. ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. വെൽക്കം ഓൾ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് പരിചയപ്പെടുത്തണേ. പുതിയ ആൾക്കാരുണ്ടല്ലോ സാറേ. ആഷിഫ് എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. ഓരോരുത്തരും വിളിക്കാൻ നിൽക്കരുത്, പെട്ടെന്ന് പരിചയപ്പെടുത്തേ, ടൈം എടുക്കരുത്. അല്ലെങ്കിൽ സ്പോൺസർ എങ്കിലും പറയൂ ഇവരാരാണെന്നുള്ളത്. അല്ലെങ്കിൽ റിമൂവ് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ 3-ാം തീയതി ജോയിൻ ചെയ്തതാണ്. ഞാൻ ക്ലാസ്സിലൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ജോലിയുടെ ഇത്തിരി തിരക്കായതുകൊണ്ട് ഞാൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നുള്ളൂ. സ്പോൺസർ എന്റെ സുനിൽ രാജ്. എന്റെ പേര് രതീഷ്. ഞാൻ കോട്ടയം പാമ്പാടിയാണേ. ഹലോ, രതീഷ്, കോട്ടയം പാമ്പാടി. ആരാ സ്പോൺസർ? രാജേഷ്. വേറെ ആരെങ്കിലും ഉണ്ടോ പുതിയത്? പെട്ടെന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ജാനകി, ഷൊർണൂരിനടുത്താണ് വീട്. അനൂപാണ് സ്പോൺസർ. 2 ദിവസമായിട്ട് ഇല്ല, ഞാൻ കേറിയിരുന്നു. പകുതിയായപ്പോഴാണ് കേറിയത്. സ്റ്റാർട്ടിങ് കേട്ടിട്ടില്ലായിരുന്നു. പുതിയ എല്ലാ ആൾക്കാരും രാവിലെ ആദ്യം തന്നെ വരാൻ ശ്രമിക്കണം. 6:30 തന്നെ. കാരണം ബേസിക്സ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രാവിലെ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തൂ. പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുള്ള ആരെങ്കിലും പറയുന്നുണ്ടോ? ഹലോ സാർ, ഞാൻ ഫൈസലാണ്. ഹലോ സാർ, ഞാൻ ഫൈസൽ, കോഴിക്കോടാണ്. ഇന്നലെ ജോയിൻ ചെയ്ത്. സുനിൽ രാജാണ് സ്പോൺസർ. ഇനി ഫാസ്റ്റ് ആയിട്ട് ഓരോരുത്തര് ഇന്നലെ ട്രേഡ് ചെയ്ത ആൾക്കാരൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് പറഞ്ഞേ, വളരെ ഫാസ്റ്റ് ആയിട്ട്. അതെ, ഇന്നലെ ട്രേഡ് ചെയ്തവർ പെട്ടെന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവുന്നവർ പെട്ടെന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് പറയൂ. പുതിയ ആൾക്കാർക്ക് നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഒന്ന് അറിയാനും നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ആവർത്തിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഒന്ന് സ്പീഡായിട്ട്. ആരാണ് ഷെയർ ചെയ്യുന്നത്? പെട്ടെന്ന് ചെയ്തോളൂ, സമയം എടുക്കരുത്, സ്പീഡ് ചെയ്തോളൂ. ആരാണ് ഇന്നലെ ട്രേഡ് ചെയ്തവർ? ആർക്ക് വേണമെങ്കിലും ചെയ്യാം.
പുതിയ ആൾക്കാർക്കും എല്ലാ പഴയ ദിവസവും ആൾക്കാർക്കും ആർക്കും എല്ലാ ദിവസവും 6:30 തൊട്ട് 7 മണി വരെ ആയിരിക്കും നമ്മൾ ബേസിക് കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് തന്നെ ഓൺ ടൈമിൽ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷമുള്ള സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളതാണ്, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള സമയങ്ങളാണ്. രാവിലെ 6:30 തൊട്ട് 7 മണി വരെ ആയിരിക്കും ബേസിക് കാര്യങ്ങൾ പറയുക. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പുതിയ ആൾക്കാരായിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് പരമാവധി കയറാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നീട് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിച്ച് പോകാനും വേണ്ടിയിട്ടുള്ള സെഷനാണ് പിന്നീടുള്ള അരമണിക്കൂർ. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് വരും. ഒരു സംശയം ചോദിക്കുന്നവർ ആദ്യം മുതൽ അറ്റൻഡ് ചെയ്തിട്ട് സംശയം ചോദിക്കുക. കാരണം നമ്മൾ ചോദിക്കുന്ന സംശയത്തിനൊക്കെ ഓൾറെഡി പറഞ്ഞു പോയതായിരിക്കും, കവർ ചെയ്തതായിരിക്കും. വീണ്ടും അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം രാവിലെ ഫസ്റ്റ് തന്നെ ഉണ്ടാവുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർ നാളെ സ്റ്റാർട്ടിങ് പോലെ ഉണ്ടായിട്ട് പിന്നെ സംശയം ചോദിക്കുക എന്നുള്ളത് ചെയ്താൽ മതി. ഓക്കെ സാറേ, എനിക്കൊരു സംശയം. അത് ചോദിച്ചോളൂ. സെൽ ഓർഡർ സ്പേസ് ഇത് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാൻ കിട്ടുന്നില്ല. സെൽ ഓർഡർ സ്ക്രീൻ ഷെയർ ചെയ്യൂ. നോക്കാം എന്താ പ്രശ്നം എന്ന് നോക്കാം. ഫാസ്റ്റ് ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യൂ. സ്റ്റോപ്പ് ആക്കിയത് നിങ്ങൾ വൈറ്റ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പോയിട്ട് ഷെയർ സ്ക്രീൻ സ്റ്റാർട്ട് നൗ. സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ടാവും. അതിൽ പോയിട്ട് സ്ക്രീൻ എടുക്കുക, സ്റ്റാർട്ട് നൗ കൊടുക്കുക. ഷെയർ സ്ക്രീൻ സ്റ്റാർട്ട്. സ്ക്രീൻ എടുക്കുമ്പോൾ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ഇത് ആദ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, അന്നേരത്തിന് നോക്കാം. എന്താ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് സ്ക്രീൻ ഷെയർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു തരും. നിങ്ങൾ എന്താ പറഞ്ഞത്? സെൽ ഓർഡർ പറ്റണല്ലോ? പറ്റുന്നില്ല. ഹലോ, സെൽ ഓർഡർ എന്താ പറ്റാത്ത? എന്നുള്ളത് എനിക്ക് ക്ലിയർ ആവുന്നില്ല. അത് ഇന്നലെ മെനിങ്ങാന്ന് തൊട്ട് സെൽ ഓർഡർ ഇടാൻ പറ്റുന്നില്ല. ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, വേറെ നമുക്ക് മീറ്റിംഗ് ഇതിന് ശേഷം വിളിക്കൂ. ഇതിൽ നമുക്ക് നോക്കാം. എന്താണെന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പറയൂ. അപ്പൊ എന്താ സെൽ ഓർഡർ ഇടാൻ പറ്റാത്തതെന്ന് നമുക്ക് നോക്കണം. നിങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യൂ. ഇപ്പൊ തന്നെ നോക്കാം. ഷെയർ ചെയ്യാൻ താമസം വരുന്നുണ്ടാ പറഞ്ഞു. ടൈം കൂടുതൽ എടുക്കരുത്. വേറൊരാളൊന്ന് ഇന്നലെ ട്രേഡ് ചെയ്ത ഒരാളൊന്ന് എടുത്തേ. ഫസ്റ്റ് ആയിട്ട് ഒന്ന് എടുത്തേ. വേറൊരാള് ആരെങ്കിലും. അദ്ദേഹത്തിന്റെ സംശയങ്ങൾ നമുക്കിവിടെ തീർത്തു കൊടുക്കണം. ആരെങ്കിലും ഷെയർ ചെയ്ത ഒരാള് ഇന്നലെ ട്രേഡ് ആരും ഇല്ലേ? സിസ്റ്റത്തിലില്ലേ? നമ്മൾ പേര് വിളിച്ചാലേ ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്തേ പെട്ടെന്ന്. ഷിനോബിയാണ്. പെട്ടെന്ന് ഷെയർ ചെയ്തു. ഷിനോബി ഷെയർ സ്ക്രീൻ. ഓക്കെ, ബിറ്റ്ഗേറ്റ് എടുത്തോളൂ. ട്രേഡ് ഡീറ്റെയിൽസ് 179, 176, 177 സെല്ല്, 175 ബൈ. താഴ്ത്തുനിന്ന് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഓർഡർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇന്നലത്തെ ഓർഡർ എടുത്തോളൂ. 8-8. ഓക്കെ, അതല്ലേ ഉള്ളൂ. 8-8. അതിന്റെ താഴത്തേക്കുള്ളത് അതിന് മുമ്പിലത്തെ ദിവസമല്ലേ? വെളുപ്പിനൊക്കെ ഇരുന്നാണോ ട്രേഡ് ചെയ്യണേ? 2 മണിക്ക് 3 മണിക്കൊക്കെ?
പകല് തിരക്കാ സാറേ. അപ്പൊ ഓക്കെ. അപ്പൊ 7-8 രാത്രി 10:15 ഒരു ബൈ 168 ബൈ ചെയ്തു. 168 ബൈ ചെയ്തു. അതിനുശേഷം വെളുപ്പിനെ 2 മണിയായപ്പോഴത്തേക്ക് 173 സെല് ചെയ്തു. 2.53. ഓക്കെ. $61 സെല്ലാക്കിയിട്ടുണ്ട്. വീണ്ടും 174 3.20 വാങ്ങിച്ചു. $20 വാങ്ങിച്ചു. വീണ്ടും 174 അത് സെല്ലാക്കി. ഓക്കെ. 174 പ്രൈസ് ഉണ്ടായിരുന്ന സമയത്ത് $40 വാങ്ങിച്ചു. 175 വന്നപ്പോൾ അത് സെല് ചെയ്തു. ഓക്കെ. വീണ്ടും 174 വന്നപ്പോൾ വാങ്ങിച്ചു. $40 വാങ്ങിച്ചു. 175 ആയപ്പോൾ വീണ്ടും വിറ്റു. അതൊക്കെ കുറച്ചും കൂടെ കൂട്ടി സെൽ ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ. 175 ചെറിയ ഗ്യാപ്പായി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. അപ്പൊ ഒന്നും കൂടെ ഇത്തിരി കൂടെ കൂട്ടിയിട്ടുള്ള പ്രൈസിൽ സെൽ ഓർഡർ ഇടും. ഒരു 1% എങ്കിലും ആക്കണം. ഓക്കെ. 174.5 വാങ്ങിച്ചു. 176.5. അത് വലിയ കുഴപ്പമില്ല. ഒരു $1 വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് പക്ഷെ നമ്മൾ ഒരു സൊളാനോ ഫുള്ളും വാങ്ങിക്കുന്നില്ലല്ലോ. അതാണ് എന്റെ ഒരു പ്രശ്നം. ഓക്കെ. 175.3 $40 വാങ്ങിച്ചു. 177 അത് ഓക്കെയാണ്. 177.3 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്. ഒരു 1% വരുന്നുണ്ട്. 177.3. ഓക്കെ. വീണ്ടും 176.5 വാങ്ങിച്ചു. 178 വിറ്റു. ഓക്കെ. അത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ബൈയിങ് സെല്ലാണ്. 176.5 വീണ്ടും വാങ്ങിച്ചു. ഓക്കെ. 179.5 സെൽ ഓർഡറായി. രാത്രി 11:30. ഓക്കെ. പിന്നെയുണ്ട് അല്ലേ? 179.8 വാങ്ങിച്ചു. ഓക്കെ. 179.8 വാങ്ങിച്ചിട്ട് പിന്നെ 179.15 പിന്നെ വാങ്ങിച്ചെന്തിനാ? $100. മിസ്റ്റേക്ക് കാണിച്ച. ആദ്യം അവിടം വരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് റോങ് കാണിച്ചു. സെൽ ഓർഡറിന്റെ കാര്യം ഒന്ന് നോക്കി പറഞ്ഞാൽ മുകളിലെ സെൽ ഓർഡർ ക്ലിക്ക് ചെയ്തേ. ബൈന്റെ തൊട്ടടുത്ത സെൽ ഓർഡർ ക്ലിക്ക് ചെയ്തേ. ഓക്കെ. എന്നിട്ട് അവിടെ ഒരു 193 ഒന്ന് എഡിറ്റ് ചെയ്തേ. പ്രൈസ് ഒരു 182 കിട്ടി. 193 വേണ്ട, 182 കിട്ടി. ഓക്കെ. എന്നിട്ട് ഓർഡർ അവൈലബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. പഴയ സെൽ ഓർഡർ ക്യാൻസൽ ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ്. ഒന്ന് ഓർഡർ താഴത്തേക്ക് നിർത്തി. ഓപ്പൺ ഓർഡർ താഴത്തേക്ക് സ്ക്രീൻ. ഓക്കെ. നേരത്തെ ഇട്ടിരിക്കുന്ന ഓർഡർ 180.5 ഇട്ടിട്ടുണ്ട്. $60. അത് ആ നിലവിൽ അത് രണ്ടും ഒന്ന് ക്യാൻസൽ ചെയ്തേ. 150 ഇട്ടിരിക്കുന്നതും ഒന്ന് ക്യാൻസൽ കൊടുത്തു. രണ്ടും ക്യാൻസൽ ചെയ്തു. ഓക്കെ. നമ്മള് ലാസ്റ്റ് വാങ്ങിച്ച പ്രൈസ് എത്രയായിരുന്നു? 179. അതെ. ഓക്കെ. അപ്പൊ വീണ്ടും പോയിട്ട് സെല്ലൊന്നും എടുത്തേ. മുകളില് സെല്ല്. ഓക്കെ. 182 അവൈലബിൾ. ഒന്ന് സെൽ ഓർഡർ കൊടുത്തേ. 182.2 വിറ്റാ നമുക്ക് പ്രോഫിറ്റ് അല്ലേ മറ്റേതിന്റെ? ഒറ്റ മിനിറ്റ്. അസറ്റ് എടുത്തേ. അല്ല, ഒറ്റ മിനിറ്റ്. താഴെ അസറ്റ് എടുത്തേ. താഴെ കിടക്കുന്ന അസറ്റ്. അതല്ല. ഒന്ന് ബാക്ക് വന്നേ. അതല്ല, ട്രേഡ് എടുത്തേ. ട്രേഡ് അടിയിൽ ട്രേഡ്. ഓക്കെ. അതിൽ ഓർഡറിന്റെ തൊട്ടടുത്ത് അസറ്റ് ഉണ്ട്. ഓർഡറിന്റെ തൊട്ടടുത്ത അസറ്റ് ഓർഡേഴ്സിന്റെ അടുത്ത്. ഓക്കെ. അതിന് ഒന്ന് സ്ക്രീൻ ബ്രേക്ക് ഈവൻ പ്രൈസ് 179.16 കണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. ആ ബ്രേക്ക് ഈവൻ പ്രൈസിന്റെ മേളിൽ നമുക്കൊരു 1% പ്രോഫിറ്റ്. അതായത് 180 മേടിച്ചിട്ടുണ്ടെങ്കിൽ 180 എന്നുള്ള കണക്കാക്കാം. 179. അപ്പൊ $1.8 വന്നാൽ 1% പ്രോഫിറ്റ് ആയി. അപ്പൊ നമുക്ക് 170, 182 തന്നെ കിടന്നോട്ടെ. ഓക്കെ. അത് കറക്റ്റാ. നമുക്കൊരു അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. അപ്പൊ 100% സെൽ ഓർഡർ കൊടുത്തേ. സെൽ സോൾഡ്. അല്ല, സെല്ല് കൊടുത്താൽ മതി. അവിടെ ഒന്നും ചെയ്യണ്ട. അതൊന്നും ചെയ്യണ്ട. നമുക്ക് സെൽ സോൾഡ് മാത്രം കൊടുത്താൽ മതി. 100% സെൽ ആയിക്കോളൂ. താഴത്തെ സെൽ സോൾ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നേരത്തെ കൊടുത്തിരുന്നോ ഒരു പ്രാവശ്യം? ഇല്ല സാറേ. അല്ല, ഓർഡർ എടുത്തേ.
താഴത്തെ ഓർഡർ. ഓക്കെ, ആ ഷോ കറണ്ട് എന്നുള്ളിടത്ത് ടിക്കാണ് അത്. ഓക്കെയാണ്. ഒന്ന് 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 ഇത് 100% ബാക്ക് പോയിട്ട് ഒന്ന് സെൽ സോൾ എന്നുള്ള കൊടുത്തേ. ഒന്ന് റീഫ്രഷ് ചെയ്യേണ്ടി വരും, കാര്യം മറ്റേത് ഓർഡർ അവിടെ കിടക്കണ്ടെന്നുള്ള ഒരു കണക്കൂട്ടിലാണ് നിൽക്കുന്നത് സിസ്റ്റം. ഓക്കെ, ഇനി സെൽ സോൾ കൊടുത്തേ. ഓക്കെ, കൺഫേം. യെസ്. ഇത്ര ഉള്ളൂ ഇതിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ ഓർഡർ ആയിട്ട് കിടപ്പുണ്ടാവും. നേരത്തെ ആരാ ചോദിച്ചിരുന്നത്? രതീഷോ? ദിലീപ്. ഓക്കെ, ഈ എന്റെ അത് ക്ലിയർ ആയി സാറേ. ഇത് തന്നെയായിരുന്നു എന്റെയും പ്രശ്നം, ഞാനത് ക്ലിയർ ചെയ്തു. ഓക്കെ, അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. സംശയങ്ങൾ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പാടില്ലതാണ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ഇതാണ് ഇതിന്റെ കാര്യമുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും അടുത്ത സംശയം? അപ്പൊ ഷിനോബി ക്ലോസ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഷിനോബി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചെയ്തത് ലാസ്റ്റ് 2 ബൈ ഒരേ പ്രൈസിൽ മേടിച്ചു, അത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു ശരിയായ പ്രവണതയല്ല. നമ്മൾ മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ മേടിക്കേണ്ടിയിരുന്നത്. അല്ല, ആദ്യം തൊട്ട് അവസാനം വരെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ട്രേഡ് മാത്രം വന്നപ്പോഴാണ് മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, കറക്റ്റ് ചെയ്യാം. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ആരാണ്? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യാൻ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ഡൗട്ടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗട്ടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. പിന്നെ ഡൗട്ടുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഗണേഷ് സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഇതിപ്പം പുറത്തുനിന്ന് നമ്മളെ ഓക്കെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് പരിചയപ്പെടുത്തി. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഏതൊക്കെ കൺട്രി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. പുറത്തുനിന്ന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് പറയും. സാറേ, ഞാൻ സുനിൽ, കാനഡ. കാനഡ. ഓക്കെ, നെക്സ്റ്റ്. ഹലോ സാർ, ഞാൻ റജിയാണ്, സൗദി. ഓക്കെ, അടുത്തത്. ഞാൻ സജിയാണ്, UK. ഓക്കെ, എൻ്റെ പേര് ജെറിൻ, ഞാൻ UK. ഓക്കെ, വേറെ? ഓസ്ട്രേലിയ, US ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ സുരേഷ് കുമാർ, US എന്നാണ് ഇപ്പോൾ. ഓക്കെ, ട്രേഡ് ചെയ്യുന്നില്ലേ സാർ? ട്രേഡ് ചെയ്യുന്നില്ലേ ഇപ്പൊ? ഞാനിപ്പോഴ് എൻ്റെ ഞാൻ കുറച്ച് 179 വാങ്ങിച്ചത്, കുറച്ച് 179 അല്ല 190 വാങ്ങിച്ചത് ബ്ലോക്കായി കിടക്കില്ല. അപ്പൊ ഞാനത് ഇന്നലെ 2 ട്രേഡ് ചെയ്തു. അത് കുറച്ച് ഫണ്ടും ഉണ്ടായിരുന്നു. പിന്നെ അതിലത്തെ ലാസ്റ്റ് വാങ്ങിച്ചൊന്ന് സെല് ചെയ്തിട്ട് വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ 2 ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും തിരിച്ച് കയറുന്നുള്ള ഹോപ്പിൽ എന്തായാലും കയറും. ആ ട്രെൻഡ് അങ്ങനെയാണല്ലോ കാണുന്നത്. ഇപ്പൊ എന്തായാലും കയറുമ്പോൾ കംപ്ലീറ്റ് വിൽക്കണം. ഇപ്പൊ ഒരു $100 ഉണ്ട്. അത് വെച്ചിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ഞാനത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്, ഓസ്ട്രേലിയ ആള് പോയോ? ഓസ്ട്രേലിയ ഉണ്ടായിരുന്നല്ലോ. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും കൺട്രി എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നവരെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമാണ്. കാരണം 24 മണിക്കൂർ ചിലപ്പോൾ ലൈവായിട്ടിരിക്കേണ്ടി വരും. കാരണം പല ആൾക്കാർക്കും പല സമയത്താണ്. ചില ആൾക്കാർ ഇനി അയർലൻഡ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അയർലൻഡൊക്കെ വെളുപ്പിന് 2 മണി മറ്റേ അവിടെ ടൈം വീസം. ഓക്കെ, അപ്പോൾ അതറിയാൻ വേണ്ടി. വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ഡൗട്ട്സ്? പരമാവധി രാവിലെ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാകാൻ ശ്രമിക്കുക. അന്നേരം അത് കഴിഞ്ഞിട്ട് അത് കേട്ടിട്ടാണെങ്കിൽ സംശയം ചോദിക്കുമ്പോഴത്തേനെ ഓൾറെഡി നമ്മൾ ചോദിക്കുന്ന സംശയത്തിന് ഓൾറെഡി ഇവിടെ പ്രസന്റ് ചെയ്തതായിരിക്കും. അപ്പോൾ അത് ഇല്ലാതെ ഇടയ്ക്ക് എറിയിട്ട് പിന്നെ നമ്മൾ സംശയം ചോദിക്കുന്നതിനേക്കാളും നല്ലത് നാളെ സംശയം ചോദിക്കുക എന്നുള്ളതാണ് ബെറ്റർ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇന്ദിരകുമാർ സാറ് എന്തായാലും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 2-3 ദിവസത്തോടു കൂടി നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതുവരെ ഫണ്ട് ആഡ് ചെയ്തിട്ടില്ലാത്തൊരു ചെറിയൊരു എമൗണ്ടെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഇവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ ക്ലിയർ ആവും. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സാർ എപ്പോഴും പറയുന്നതെങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ട്രേഡേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതിൽ ട്രേഡിങ് തുടങ്ങിയ ആൾക്കാരെ ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് ആഡ് ചെയ്യും. അപ്പം മാർക്കറ്റ് അടുത്തൊരു 8 മണി ഇന്ത്യൻ ടൈം, ഒരു 8 മണി 8:30 കഴിയുമ്പോഴത്തേന് ആ ഗ്രൂപ്പിൽ ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡ്, അതായത് അടുത്തൊരു 24 hours സിഗ്നൽ അവിടെ വരും.
ആ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് അതും കൂടെ നോക്കി, അതായത് ഈ റോള് വയലേറ്റ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ഡ്രൈവിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോവുക. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വൺ വേ തെറ്റിക്കരുത്. വൺ വേ തെറ്റിച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ആക്സിഡന്റ് ഉണ്ടാകാതെ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം എന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നല്ല, നാളെ വരുമ്പോഴത്തേന് നേരെ സൂപ്പർ ഫാസ്റ്റിന് മുമ്പിലേക്കായിരിക്കും ചാടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ബൈ ചെയ്തതിന് ശേഷം ഇത് ക്ലിയർ ആയിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം ചില ആൾക്കാർ മിസ്റ്റേക്ക് ചിലപ്പം വരുത്തുന്നതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ബൈ ടോട്ടൽ നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ 10% മാത്രം ഉപയോഗിക്കുക. അവിടുന്ന് 2% താഴോട്ട് താഴുമ്പോൾ ഡബിൾ വാങ്ങുക. 2% താഴോട്ട് താഴുമ്പോൾ ഡബിൾ വാങ്ങാവുന്ന രീതിയിൽ അന്നേരം തന്നെ ആദ്യത്തെ ഫസ്റ്റ് ബൈ കഴിയുമ്പോൾ തന്നെ നമ്മൾ ബൈ ഓർഡർ ഇട്ട് വെക്കുക ഡബിളിന്. വീണ്ടും അവിടുന്ന് 3% താഴുമ്പോൾ മാത്രമാണ് വീണ്ടും അഗൈൻ ഡബിൾ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ചെയ്യുക. അതാണ് അത് വളരെ സിമ്പിൾ കാര്യമാണ്. ഇത് പയ്യെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ലോസ് ഇല്ലാതെ, ഒരുപക്ഷെ ലോസ് ഇല്ലാതെ ലോകത്ത് നടക്കുന്നത് നമുക്കിവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരാൾ ട്രേഡിങ് പുറത്തുള്ള ആരോട് നിങ്ങൾ സംസാരിച്ചു ചോദിയോ ട്രേഡിംഗ് ആണോ, പൈസ പോയ കഥകൾ മാത്രമേ പറയുന്നെങ്കിൽ ഇവിടെ ഒരെണ്ണം ഒരു സിംഗിൾ കേസ് പോലും പൈസ പോയിട്ടില്ല. പിന്നെ ആരെങ്കിലും പൈസ കളഞ്ഞേ തീരുള്ളൂ വാശിയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കളയാൻ പറ്റുള്ളൂ. നമ്മൾ 180 മേടിച്ചു, 100 വിറ്റു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ദ്രവർ സാർ പറഞ്ഞ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ശ്രമിച്ചാൽ ചിലപ്പം കളയാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒരാളുടെ പോലും പൈസ പോയിട്ടില്ല, പോകത്തുമില്ല. അപ്പം അത്രയും ഇതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഫസ്റ്റ് ബൈ 10% മാത്രം ചെയ്യുക. നമുക്ക് ചിലപ്പോൾ തോന്നും മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് പോവുക, കയ്യിലുള്ളതെല്ലാം കൂടി മേടിച്ചാൽ മൊത്തം പ്രോഫിറ്റ് ആകുമല്ലോ. അത് പുറത്ത് കാണിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്ക് ആവർത്തിക്കാൻ നമ്മൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ കൃത്യമായിട്ട് ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നതും ലോസ് ഉണ്ടാകാത്തതും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് 10% മാത്രം വാങ്ങുക. അവിടുന്ന് 2% താന്നാൽ മാത്രം അടുത്തത് വാങ്ങുക. അവിടുന്ന് 3% താഴുമ്പോൾ മാത്രം അടുത്ത ഡബിൾ ചെയ്ത് മാത്രമായിരിക്കണം വാങ്ങേണ്ടത്. എപ്പോഴും ഇത് കൂടാതെ ചാർട്ടും കൂടെ ശ്രദ്ധിക്കുക. ചാർട്ടിനകത്ത് നമ്മുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും കാണിക്കുന്നുണ്ടാവും. നമ്മുടെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് പോയിന്റുകളാണ്. അതായത് താഴോട്ട് താന്നാൽ എവിടം വരെ താഴും എന്നുള്ളതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. മുകളിലെ ഭാഗത്തിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ലെവലിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ക്രോസ് ചെയ്താൽ മാത്രം സെക്കൻഡ് റെസിസ്റ്റൻസ്, അതും ക്രോസ് ചെയ്താൽ മാത്രമേ തേർഡിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ബൈ ഓർഡർ സെൽ ഓർഡർ ഒക്കെ ഇടുമ്പോൾ ഇതിലൂടെ മൈൻഡിൽ കാണണം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നു, നമ്മുടെ കൂടെ ഓടുന്ന വണ്ടികളുടെ സ്പീഡ്, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സ്പീഡൊക്കെ ബേസ് ചെയ്തൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസ് ലെവലിലാണ് പ്രൈസ് കിടക്കുന്നെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് കളിക്കുക. അതായത് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് സ്പോർട്സിലും ഗെയിംസിലൊക്കെ ഉള്ള ഇഷ്ടം ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണ് ഞാനത് ആ എക്സാമ്പിൾ പറയുന്നത്. ക്രിക്കറ്റ് കളിയിൽ നമ്മുടെ അധികം നമ്മുടെ വിക്കറ്റ് കയ്യിലില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ സിംഗിൾ അടിച്ച് നിൽക്കും അല്ലേ. നമ്മൾ ഒരെണ്ണം ബാറ്റ് വിട്ടടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ സിംഗിൾ അടിച്ച് മാത്രമേ നിൽക്കാവുള്ളൂ. ഒരിക്കലും റിസ്ക് എടുക്കരുത്. അല്ലെങ്കിൽ ഫുട്ബോളിലാണെങ്കിൽ നമ്മുടെ പോസ്റ്റിലാണ് കളി നടക്കുന്നത് ഓർത്തിരിക്കുക. എനി ടൈം ബോൾ നമ്മുടെ വലയിൽ കയറും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം. നമ്മൾ റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ, സപ്പോർട്ട് ലെവലിൽ കുറച്ചെങ്കിലും റിസ്ക് എടുക്കണമെങ്കിൽ സപ്പോർട്ട് ലെവലിൽ എടുക്കാം. ഒരു പക്ഷേ ശകലോടെ കൂടുതൽ വാങ്ങി, കാരണം വില കുറച്ച് കിട്ടുമ്പോൾ കൂടുതൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിനകത്തെ. അപ്പോൾ ക്വാണ്ടിറ്റികൾ നമ്മൾ ശ്രദ്ധിച്ചു പോകുക. അപ്പം ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞുമ്പം കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുക. ഇതാണ്. ആരാണ് ഷെയർ ചെയ്യുന്നത്? സാറേ ഞാനേ ഒറ്റ സെക്കൻഡ് ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ഇപ്പൊ സുരേഷ് സാറ് നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് താഴത്തേക്ക് പോയി നമ്മള് ഇത് സൊളാനോയുടെ ഒരു ഹിസ്റ്ററിയാണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ സൊളാനോ തുടങ്ങിയ സമയം തൊട്ടുള്ള ഹിസ്റ്ററിയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിന്റെ തുടങ്ങിയ സമയത്ത് എന്ന് പറയുന്നതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ആ മുകളിൽ കാണാം, എത്ര $0.57 ആയിരുന്നു അതിന്റെ പ്രൈസ്. ഓക്കെ, ഇത് അതിന്റെ ഡേറ്റും നിങ്ങൾക്ക് കാണാം. അതായത് 1/5/2020 പ്രൈസാണ് കാണുന്നത്. $0.57 ആയിരുന്നു വില. അത് വന്നിട്ട് $260 വന്നിട്ടുണ്ട്. അതിന്റെ നിങ്ങൾ ആ ഗ്രാഫിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ ടോട്ടൽ ഹിസ്റ്ററി ആണ് കേട്ടോ. 260.06 വരെ മാർക്കറ്റ് കയറിയ സാധനം വീണ്ടും നിങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് താഴത്തേക്ക് വന്നിരിക്കുന്ന ഒരു പ്രൈസ് 9.961. അതിലും താഴത്തായിരുന്നു ശരിക്കും. 8 പോയിന്റ് ആണ് അതിന്റെ ഏറ്റവും 8.1412 ആണ് ഒരു പീരീഡിൽ വന്നിരിക്കുന്നത്. താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാ 8 പോയിന്റ് ആ ഒരു പ്രൈസിൽ വന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് വന്നിരിക്കുന്നത്? 200 ഇത് കണ്ടോ, 208, 267, 208 നിന്നിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൈസാണ്. താഴത്തേക്ക് വന്നിട്ട് വീണ്ടും $8 വന്നു. $200 താഴത്തേക്ക് വന്നു. $0.5 ഉണ്ടായിരുന്ന സാധനം $208 പോയിട്ട് $8 താഴത്തേക്ക് വന്നിട്ട്
വീണ്ടും പല ഘട്ടങ്ങളായിട്ട് കയറി 294 വന്നു. വീണ്ടും മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് ഇപ്പൊ 178 നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 202 വരെയൊക്കെ വന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട കാര്യമില്ല. ഇപ്പൊ ഗണേശ് സാർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾക്ക് നഷ്ടം വരണമെന്ന് വിചാരിച്ച് വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് നഷ്ടം വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ കുറച്ച് സമയം, ചിലപ്പോൾ ഇത് ഒരുപാട് കാലത്തെ ഹിസ്റ്ററി ഒന്നുമല്ല, കുറഞ്ഞ കാലത്തെ ഹിസ്റ്ററിയാണ്. നമ്മളൊരു 2000 തൊട്ട് 2025 വരെയുള്ള 5 കൊല്ലം കൊണ്ടിട്ട് ഇത് മാർക്കറ്റ് പോയിരിക്കുന്നത് താഴത്തേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയും വന്നാൽ പോലും നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. മാർക്കറ്റ് വീണ്ടും ഓരോ പ്രാവശ്യം വന്നതിന്റെ ഒരു മിനിമം ഒരു 50% എങ്കിലും അടുത്ത പ്രാവശ്യത്തേക്ക് അപ്പിലേക്ക് വരുന്നുണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് 294 വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 400-ലേക്കായിരിക്കും ചെന്ന് നിൽക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇത്രയും സാധ്യതകളുണ്ട്. നിങ്ങൾ അതിനെ മാർക്കറ്റ് താഴത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പെട്ടെന്ന് പാനിക്കായിട്ട് വിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഡെയിലി ട്രേഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടും വിൽക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് താഴത്തേക്ക് വരും, പരമാവധി ക്വാണ്ടിറ്റി കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ക്രിപ്റ്റോ മേഖലയിൽ. നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ്ങിലേക്കൊന്നും നിങ്ങൾക്ക് വലിയ താഴ്ചയിലേക്കൊന്നും പോകില്ല. ഒരു വർഷം താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത മാസങ്ങളൊക്കെ ആയിട്ട് അത് വളരെ ഹൈ ആയിട്ട് മുകളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ക്രിപ്റ്റോസിന്റെയും സ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ ക്രിപ്റ്റോസിന്റെയും ഒരു നേച്ചർ അതാണ്. BTC ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളൊരു 10 കോയിനുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവൺ ആണത്. മറ്റു കോയിനുകളെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് ഒരു 100 താഴെ പോകുന്ന കോയിനുകളെ കുറിച്ചിട്ടൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ഈ 100 കോയിനുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ ഗണേശ് സർ. ഞാൻ സുരേഷ് കുമാർ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഫീഡ്ബാക്കും കൂടി തന്നോട്ടെ ഇന്ദ്രകുമാർ സാറേലെ. പറയൂ. ഓക്കെ, അപ്പൊ ഞാൻ അധികമായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു മാസം ആവുന്നേ ഉള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. ഞാൻ കുറച്ച് ട്രേഡ് എല്ലാം ഇനീഷ്യലി ചെയ്തിരുന്നു. പിന്നീട് ഈ ഇന്ദ്രകുമാർ സാറ് പറഞ്ഞ പോലെ കുറച്ച് ഹൈ റേറ്റിൽ ഞാൻ വാങ്ങിച്ച് അത് ആവറേജ് ചെയ്തിട്ട് ഞാൻ താഴത്തോട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിലെ മിക്കവാറും ഫണ്ട് എല്ലാം കഴിഞ്ഞു പോയിരുന്നു. എല്ലാം കാരണം ആവറേജ് ചെയ്തു 2%, 3%, 5% വെച്ച് ആവറേജ് ചെയ്യാം. പക്ഷെ വളരെ ഡീപ്പായിട്ട് 155 വരെ മാർക്കറ്റ് വന്നു. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ദ്രകുമാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അത്ര നമ്മുടെ ഫണ്ട് ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് തിരിച്ചു വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി 30th ഐ തിങ്ക് 30th ആണ്, 30th 31st ഈ മാർക്കറ്റ് വളരെ ഡൗൺ ആയത്. ഇപ്പൊ ജസ്റ്റ് ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. ഒരാഴ്ച വെയിറ്റ് ചെയ്തപ്പോഴേക്കും തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഞാനത് ചെറിയൊരു വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പോർഷൻ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു $60 മാത്രമേ വിട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് 2 ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും എൻ്റെ ബ്രേക്ക് ഇവന്റെ മുകളിൽ വരുമ്പോൾ ഞാനത് സെയിൽ ചെയ്തിട്ട് വീണ്ടും ആക്റ്റീവായിട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ ആരും പാനിക് ആവേണ്ടെന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. അതായത് ഒരു 3 months ആയേ ഉള്ളൂ. 120-ലൊക്കെ ആയിരുന്നു സൊളാന ഉണ്ടായിരുന്നത്. 180-ലേക്ക് വരാൻ 90 ദിവസം പോലും എടുത്തില്ല. അപ്പൊ ഇന്ന് പറയുന്ന പോലെ ഒന്ന് ആലോചിച്ചോ, ഒന്നും ചെയ്യാതെ ഒരു ഡെയിലി ട്രേഡ് ചെയ്യാതെ 120-ൽ കുറെ വാങ്ങി വെക്കുന്ന ഒരാൾ 3 months കൊണ്ട് എത്ര % ഗ്രോ ചെയ്യുന്ന ആലോചിച്ച് നോക്കിയോ. ഫണ്ട് 3 മാസം കൊണ്ട് പറ്റും. നമ്മൾ നേരിട്ട് കണ്ട 3 മാസം മുമ്പായിരുന്നു 120-ൽ 122-ലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. 180-ലേക്ക് വരാൻ അത്ര സമയം എടുത്തുള്ളൂ. ഒന്നും ചെയ്യാതെ ഡെയിലി ട്രേഡ് ചെയ്യാതെ പോലും ഒരാൾ വാങ്ങി വെച്ചിരുന്നത്. അപ്പൊ റേറ്റ് കുറയുമ്പോൾ വാങ്ങാൻ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും, റേറ്റ് കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് മന്ത്ലി അല്ല ഡെയിലി ഇൻകം വേണ്ടവർ ഡെയിലി ട്രേഡ് ചെയ്യുക. അതല്ല നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം പ്രശ്നമില്ല എങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് വേറെ ഇതുണ്ട്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം അല്ല പ്രശ്നമെങ്കിൽ ഇതെങ്കിൽ നമുക്ക് റേറ്റ് കുറയുമ്പോൾ മേടിച്ച് വെച്ചാൽ മതി. നമ്മൾ നേരെ റേറ്റ് കൂടുമ്പോൾ വയ്ക്കുക. അധികം ടൈമൊന്നും എടുക്കുമല്ലോ. ഒരു എമൗണ്ട് ഡബിൾ ചെയ്യാൻ മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 6 months മാക്സിമം അല്ല ഇന്ദ്രകുമാർ സാറേ, ഒരു 6 months കൊണ്ടൊക്കെ ഡബിൾ ചെയ്യാറില്ലേ പലപ്പോഴും? തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം 7000 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ ഒരു 6 months കൊണ്ട് എമൗണ്ട് ഡബിൾ ചെയ്യിക്കാം. നമ്മുടെ കയ്യിൽ തന്നെ പൈസ വെച്ച് നാട്ടുകാരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് അവർ ഡബിൾ ചെയ്ത് അവരെടുത്തോളും എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇവിടെ നാട്ടിൽ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് പല ആൾക്കാരും പല എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ സാറിന് ഡബിൾ ചെയ്ത് മുതൽ ഡബിൾ ചെയ്യുമെന്നാണ് പറയുന്നത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. അതായത് 10 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ അന്നേരം അവർ അക്കൗണ്ടിൽ, ഞങ്ങൾ പണ്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില ഭാഗത്തൊക്കെ ഉള്ള ഡീലർമാർ കണക്കെഴുതുന്നത് തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് എന്നാണ് നമ്മുടെ അക്കൗണ്ട്സിൽ എഴുതിയിരിക്കുന്നത്, അവരുടെ അക്കൗണ്ട്സിൽ എഴുതിയിരിക്കുന്ന പ്രോഫിറ്റ് എന്നാണ്. നമ്മുടെ 25,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തു കഴിയുമ്പോൾ
അവരെഴുതുന്ന പ്രോഫിറ്റിന്റെ ഹെഡിലാണ് എഴുതുന്നത് തന്നെ. കാരണം അവർക്ക് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു 25,000 എന്ന് പറഞ്ഞാലാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ പലതും. പല ആൾക്കാർ, എത്രയോ ആൾക്കാർ ഇപ്പോഴും കൊണ്ട് ലക്ഷങ്ങളും കോടികളും കൊണ്ട് വേറെ ആൾക്കാരുടെ ഈ കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ ചില ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ടാവും, വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊരു സൊസൈറ്റിക്ക് വേണ്ടി കൂടെ ചെയ്യുന്ന ഒരു ഇതാണെന്നുള്ള ഒരു ഓർത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞാൻ പറയുന്നത്. എത്രയോ ആൾക്കാർ നമ്മുടെ എല്ലാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആൾക്കാർ എന്തുമാത്രം സ്കാമിനകത്തുകൊണ്ട് പൈസ ഇട്ട് ചുമ്മാ കൊണ്ടുപോവാണ്. ഇപ്പോഴും എനിക്കറിയാം, ഇതിന് നമ്മൾ ഈ 9,000 റുപ്പീസ് $100 മാക്ലാനിൽ കൊണ്ടുവരുന്നതിനേക്കാളും എളുപ്പം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചുള്ളൂ. ഇപ്പൊ കേരളത്തിലൊരു അഗ്രികൾച്ചർ പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നത് ഞങ്ങൾ 2,000 കോടി കളക്ട് ചെയ്യുന്നതാണ്. അവർ തന്നെ പറഞ്ഞിട്ടാണ് ഒരാളുടെ പൈസ മേടിക്കുന്നത്. അതായത് ഈ പൈസ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊടുത്തോണ്ടിരിക്കുന്ന ആളുടെ കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ 2,000 കോടി രൂപ ഉണ്ടാക്കുക. അതായത് നാട്ടുകാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഷെയർ നിങ്ങളുടെ ഇത് മേടിക്കുന്നതാണ് അവരോട് തന്നെ, കസ്റ്റമറോട് തന്നെ പറയുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിവിടെ ആൾക്കാർ റെഡിയാണ്. അതേ സ്ഥാനത്ത് ഇവിടെ $100 ഇട്ട് ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് പഠിപ്പിച്ചു തരാം. കാരണം നമ്മളിനി അഥവാ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരാൾ ചെയ്തെന്ന് തന്നെ വിചാരിക്കുക, അവർ തിരിച്ച് പൈസ ജെനുവിൻ ആയിരുന്നു തന്നെ വിചാരിക്കുക, തിരിച്ച് നമുക്ക് പൈസ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക, എങ്കിൽ പോലും നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ലൈഫ് ലോങ് ആരെ ആശ്രയിക്കാതെ അവരവരുടെ അക്കൗണ്ടിൽ വെച്ച് അവർ പൈസ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പൊ പറഞ്ഞില്ലേ, 6 months കൊണ്ടൊക്കെ നമ്മുടെ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നും ചെയ്തില്ലേലും 6 മാസം നമ്മുടെ ഇരിക്കുന്ന പൈസ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ സാധനമാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ആൾക്കാരെ കൊണ്ട് കൊടുത്തിട്ട് മൊത്തം പൈസയും വേറെ ആൾക്കാരെ കൊണ്ട് കൊടുത്തിട്ട് നാളെ വേഴാമ്പലും മഴ പെയ്യുമ്പോൾ നോക്കിയിരിക്കുന്ന പോലെ ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. നാട്ടിൽ ഒരാളൊന്നുമല്ല, രണ്ടാളൊന്നുമല്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവര് തട്ടിപ്പ് പരിപാടികൾക്കാണെങ്കിൽ ആൾക്കാർ ചാടി പൈസ ഇടും. എന്നിട്ട് ഇവരിത് കളഞ്ഞതിന് ശേഷം പിന്നെ ആര് നമ്മൾ ചങ്ക് തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പ് എന്നാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഇത് അവരുടെ കയ്യിലിരിപ്പാണെന്ന് അവർ മനസ്സിലാക്കാതെ കാണിക്കുന്നതാണെന്നും ഇവിടെ നമ്മൾ ട്രാൻസ്പെറന്റ് ആണെന്നും ഒക്കെ പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവരെന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ ലോകത്തുള്ളവർ മുഴുവൻ കള്ളന്മാരാണെന്നുള്ള ലെവലിലേക്ക് ആൾക്കാരുടെ മൈൻഡ് പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വേറെ ഒരു 9,000 റുപ്പീസ് വാങ്ങിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന എന്തോത്രം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ട്രെയിനിങ്, അത് ലൈഫ് ലോങ് അവർക്ക് വന്നിരുന്ന് അറ്റൻഡ് ചെയ്യുക, എന്ത് സംശയം ചോദിക്കുക, ഇത് കൂടാതെ ബാക്കി ട്രെയിനിങ്ങുകൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ആൾക്കാർ. ചില ആൾക്കാർ ആരും ഇവിടെ പറഞ്ഞാലും ഒരു ദിവസം വന്നപ്പോൾ തന്നെ 9,000 കൊടുത്ത് മുതലായെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ അതിൻ്റെ വാല്യൂ നമ്മൾ തന്നെ മനസ്സിലാക്കണം, ബോധ്യപ്പെടണം. നമ്മളിവിടെ കണ്ടില്ലേ, ഇവിടെ $10 മാത്രം ഇട്ട ഒരാളോടും ക്ഷമയോടെ ഇവിടെ ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ $10 ഇട്ടാലും $10,000 ഇട്ടാലും $1,00,000 ഇട്ടാലും നമ്മളെ ആരെയും സംബന്ധിച്ച് ഒന്നും ഇതില്ല, എല്ലാം ഇമ്മെറ്റീരിയലാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്കിൽ. അതായത് നമ്മളെപ്പോഴും പറയല്ലേ, ഒരു വിശക്കുന്നവന് മീൻ പിടിച്ച് കൊടുക്കുന്നതല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്കില്ല് പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കൂടെ മാത്രമല്ല, അതിനുള്ള അറിവ്, നോളജ്. ഇനി ഒരാൾ വന്ന് നിങ്ങളുടെ അടുത്ത് ഒരു തട്ടിപ്പുമായിട്ട് നമ്മുടെ അടുത്തോ നമ്മുടെ ബന്ധുക്കളുടെ അടുത്തോ വന്നൊരു തട്ടിപ്പുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള അറിവാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്തൊരു സോഷ്യൽ ഇതുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എനിക്ക് ഇതിനകത്ത് സോഷ്യൽ ആംഗിൾ കണ്ടിട്ടുള്ളത് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഒന്ന്, ഈ സ്കില്ല് വേൾഡ് വൈഡ് ഇപ്പം തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ളവർ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, വേറെ എത്ര സ്കില്ലുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തൊഴിലും അതിൻ്റെ സ്കില്ല് പ്രാദേശികമായിട്ട് മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ, പ്രാദേശികമായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതേ സ്ഥാനത്ത് ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ, പല ആൾക്കാർക്ക് ഞാൻ പറയുന്നതിന്റെ വ്യാപ്തി പിടികിട്ടും, എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഇന്റർനാഷണൽ ആയിട്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കും നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്കില്ലാണ് നമ്മുടെ കിട്ടുന്നത്. നമ്മൾ പല അറിവുകളും നോർമലി നമുക്ക് കിട്ടുന്ന പ്രാദേശികമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉദാഹരണം പറയാറുണ്ട്, ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾ, എറണാകുളം ഭാഗത്ത് ആൾക്കാർ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് അല്ല തിരുവനന്തപുരത്ത്, കോഴിക്കോട് വേറെയാണ്. അതുപോലും പ്രാദേശിക ഒരു ജില്ലയിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലെ പല സ്കില്ല് നമുക്കറിയാവുന്ന പല സ്കില്ലും അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് ഇത് ഇന്റർനാഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചൈനയിൽ ഒരാൾക്ക് ഇത് റെഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളവിടെ ചെയ്തോ, ഞാൻ രാവിലെ ചാർട്ട് അയച്ചു തന്നേക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചൈനയിൽ ഒരാളെ കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാം. നിങ്ങൾക്ക് വേറെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആയിരിക്കാം, വേറെ നിങ്ങൾക്ക് ജീവിതത്തിൽ കേട്ടിട്ട് പോലില്ലാത്ത രാജ്യത്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു ഗ്ലോബ് വീട്ടിൽ മേടിച്ച് വെക്കണം. ഈ ലോകം മാത്രമല്ല, ഈ ലോകം മുഴുവൻ നമുക്ക് കാണാനുള്ളതാണ്. ഈ ലോകം കേരളത്തിൽ ജനിച്ചിട്ട് കേരളം പോലും പലരും കണ്ടിട്ടില്ല. ഈ ലോകം മുഴുവൻ നമുക്ക് കാണാനുള്ളതാണ്. ഈ ലോകം മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റും. എന്തുമാത്രം കാര്യങ്ങളുണ്ടാകും. നമ്മൾ ചുമ്മാ ഈ ഒരു $30 നമ്മൾ ദാരിദ്ര്യം ചിന്ത മാറ്റിയാൽ മാത്രമേ ദാരിദ്ര്യം മാറുള്ളൂ. നമ്മൾ ദാരിദ്ര്യം ചിന്ത മാറ്റുക, നമ്മളെ തിങ്കിങ് മിനി സ്ക്രീനിൽ നിന്ന് ബിഗർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളൊരു അര ലിറ്റർ പാത്രത്തിനകത്ത് എന്തുമാത്രം വെള്ളം ഒഴിക്കാൻ പറ്റിയാലും 1/2 ലിറ്റർ മാത്രമേ ഇത് കൊള്ളുള്ളൂ. അത് വെള്ളത്തിൻ്റെ കുഴപ്പമോ ഈ ഒഴിച്ച പാത്രത്തിൻ്റെ കുഴപ്പമല്ല, കൊള്ളുന്ന പാത്രത്തിൻ്റെ കുഴപ്പമാണ്. 1/2 ലിറ്റർ മാത്രമേ അതിന് കപ്പാസിറ്റി ഉള്ളൂ, അത്രേ അതിനകത്ത് കൊള്ളുള്ളൂ. അപ്പോൾ ആദ്യം തിങ്കിങ് മാറ്റുക.
നമ്മൾ ബിഗർ സ്ക്രീൻ കണ്ടുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, ചെറിയ സ്ക്രീൻ കാണരുത്. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് ദാരിദ്ര്യവും പട്ടിണിയും നെഗറ്റീവും സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരോട് പറഞ്ഞു, അവർ ജോയിൻ ചെയ്തില്ല. ഈ കഥകളൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന് വെറുതെ ജീവിതം പാഴാക്കരുത്. ഇത്രയും നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. ഇത്ര സ്കെയിലബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്, ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാപിറ്റലൈസ് ചെയ്ത് എപ്പോഴും കിട്ടണമെന്നില്ല. ഒരു കമ്പനിയുടെ റൈറ്റ് ടൈമിലാണ് അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിവിടെ വന്നതിന് ശേഷം നിങ്ങളിപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം 50 പേരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞങ്ങൾ 5-6 പേരെ വെച്ച് തുടങ്ങിയ മീറ്റിംഗാണ് ഇപ്പോൾ ഇത്ര എത്തിയത്. ഇത് തന്നെ നിങ്ങളുടെ ലെവലിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തിയ 5-6 പേരെ കാണുള്ളായിരിക്കാം. അത് ഇതുപോലെ ആകും നാളെ. നമ്മൾ കൺസിസ്റ്റൻ്റ്ലി പെർസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ നമ്മൾ ഏത് കാര്യവും ഹയർ ലെവലിൽ വളർന്നിട്ടുള്ള ആൾക്കാരെ നോക്കി അവരെല്ലാം അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിട്ടുള്ളത് അവരാരും അമാനുഷിക ശക്തിയുള്ളവരായതുകൊണ്ടല്ല. അവർ കൺസിസ്റ്റൻ്റ്ലി പെർസിസ്റ്റൻ്റ് ആണ്. അവർ ചെയ്യുന്ന റൈറ്റ് ഡയറക്ഷനിലാണ് അവർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് വിജയിച്ചേ മതിയാവുള്ളൂ. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ്, അത് വിജയിച്ചേ മതിയാവുള്ളൂ. പക്ഷേ റൈറ്റ് ഡയറക്ഷനിലാണോ പോകുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കിക്കൂ. അത് മനസ്സിലാക്കി അതിന് വേണ്ട സമയമെടുത്തു. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. വിജയിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല ഒരു സക്സസ് ഏത് വിഷയത്തിലും സക്സസ് ആവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായ മാർഗം പറയപ്പെടുന്നത് ഒരു അതിരാവിലെയുള്ള സമയം, മോർണിംഗ് ടൈമിൽ 90 minutes 90 days നമ്മൾ കമ്മിറ്റ് ചെയ്താൽ അതിനകത്ത് വിജയിച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ ഏതൊരു പുതിയ കാര്യത്തിലും പ്രത്യേകിച്ച് മോർണിംഗ് ടൈം 90 minutes 90 days അതാണ് അതിൻ്റെ കണക്ക്. 90 എന്നാണ് അതിന് പറയുന്നത്. 90 minutes 90 days നമ്മൾ കമ്മിറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും. ഇതോടെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മോർണിംഗ് ടൈം ഈ രാവിലെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചയെന്നോ ശനിയാഴ്ചയെന്നോ അവധി ദിവസമെന്നോ ഓണമെന്നോ വിഷുവെന്നോ പോലും നമ്മൾ നോക്കാറില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ വരിക. പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ നിങ്ങൾ അവിടെ ഓരോ രാജ്യം കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചോളുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേക സപ്പോർട്ടുകൾ. അതാണ് ഞാൻ ഏതൊക്കെ കൺട്രിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് കെയർ തരുന്നുണ്ടാവും. അവിടെ അതിനുവേണ്ടിയുള്ള ടൈമിലൊക്കെ നമുക്ക് മീറ്റിംഗ് ചെയ്യാം. ഗ്രാജുവലി നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അല്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നവരവിടെ കിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ബിഗർ സ്കെയിലിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ 50 പേരെന്ന് പറഞ്ഞാൽ ഇനി അധികം ടൈം ഉണ്ടാവില്ല. ഒരു 500 പേരുടെ മീറ്റിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ ഓഫർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇപ്പം ഫസ്റ്റ് ടൈം വന്ന ഒരാൾ പോലും ഇന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്ന ചെറിയ ടാർഗറ്റ്, ചെറിയ അതായത് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ ആൾക്കാരുടെ മനസ്സിലുള്ളത് വലിയ കാര്യങ്ങൾ മാത്രമേ, നമ്മൾ മെഴ്സിഡസ് ബെൻസ് മേടിച്ചാൽ മാത്രമേ സക്സസ് ആവുള്ളൂ എന്നുള്ളതല്ല. ഇന്ന് നമ്മൾ തീരുമാനിച്ചൊരു എപ്പോഴും ടു ഡു ലിസ്റ്റ് എല്ലാവർക്കും നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കണം. പല ആൾക്കാരും, ഞാൻ പറയുന്നത് പല ആൾക്കാർക്കും ചെറിയ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നഷ്ടങ്ങൾ വരുന്നത്. കുഞ്ഞു കാര്യം സൂക്ഷ്മതയോടെ ചെയ്യുന്നതാണ് സക്സസ് ആകുന്ന ആൾക്കാർ ചെയ്യുന്നതിൽ സീക്രട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയ കാര്യം, മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവർ വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യും. ഇത് മാത്രമേ ഉള്ളൂ. സക്സസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് സാധാരണ ഒരാൾ സക്സസ് എന്ന് പറയുന്നത്. അതല്ല, കുഞ്ഞു കാര്യങ്ങൾ പോലും സക്സസ് ആണ്. ചെറിയൊരു ഗോൾ സെറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യുക. ഇന്ന് ചെയ്ത് തീർക്കാൻ ഒരു 5 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇരുന്ന് ടിക്ക് ചെയ്ത് നോക്ക്. നിങ്ങളൊരു കുറേ ദിവസങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഒരു ടു ഡു ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ലിസ്റ്റ് എഴുതി വെക്കുക. വൈകുന്നേരം ആകുമ്പോൾ ടിക്ക് ചെയ്യുക. വൈകുന്നേരം നിങ്ങൾ എപ്പോഴാണോ ഈ 10 എഴുതിയിട്ടുണ്ട് 10 ടിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത എന്ത് ഗോൾ സെറ്റ് ചെയ്താലും അച്ചീവ് ചെയ്യും. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ് ആയിട്ടിരിക്കുന്നത്? 10 എഴുതി വെച്ചാൽ അവർ നമ്മൾ 3 ചെയ്യുള്ളൂ. റിഗ്രറ്റോടെ രാത്രി കിടന്നുറങ്ങും. അതായത് നിരാശയോടെ രാത്രി കിടന്നുറങ്ങും. അതുകൊണ്ട് ഇത് മാത്രമാണ് വിജയത്തിന് പുറകോട്ട് വലിക്കുന്ന ഒരേ ഒരു കാര്യം. എഴുതി വെക്കുന്ന കാര്യം നടപ്പിലാക്കുക. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വിജയിച്ചേ മതിയാവുള്ളൂ. കുഞ്ഞു കാര്യമെന്ന് വിചാരിക്കേണ്ട. അത് കുഞ്ഞു കാര്യം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയും, നീ അടുത്ത കാര്യം തീരുമാനിച്ചോ, നടന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറെ ലെവലിലേക്ക് കയറും. അപ്പം നമ്മുടെ ടർബോ ഓണാവും. ആ ടർബോ ഓണായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ചുമ്മാ സ്മൂത്തായിട്ട് സംഭവിക്കുന്ന കാണാൻ പറ്റും. ചെറിയ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ ചെയ്ത് വിജയിക്കുക. കുഞ്ഞു കാര്യമായിരിക്കും. ഇന്ന് നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ്റെ ഓഫറുള്ള 2 പേരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് ഈ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ടൈമിൽ 2 പേരെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗോൾഡ് കോയിൻ ഓഫറുണ്ട്. ആ കോൺടെസ്റ്റ് തീരുന്ന ഇന്നാണ്. ഇന്ന് രാവിലെ വന്നിട്ട് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ഒരാളോട് പോലും ഞാൻ പറയുന്നത്, ഇന്ന് വൈകുന്നേരത്തിലാണ് 2 പേരെ സ്പോൺസർ ചെയ്ത് ഫസ്റ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ച് നടത്തുക. ഇൻ കേസ് വേസ്റ്റ് സിനാരിയോ 2 നടന്നില്ല, 1 നടന്നില്ല, ഓക്കെ മതി. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തെങ്കിൽ ബാക്കി റിഗ്രറ്റ് ഉണ്ടാവരുത്. റിഗ്രറ്റ് എപ്പോഴാണ് വരുന്നത്? നമുക്ക് ചെയ്യാമായിരുന്നിട്ടും ചെയ്യാതെ വരുമ്പോൾ റിഗ്രറ്റ് വരുള്ളൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഷോട്ട് അടിക്കുക. റിസൾട്ട്
വന്നോളും. റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ റിഗ്രറ്റോടെ കൂടി മരിച്ചു പോരുത് ഇവിടുന്ന്. നമ്മൾ ചെയ്യാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവണം. ബാക്കി സംഭവിക്കുന്ന സംഭവട്ടെ, നമുക്കുള്ളതാണ് നമ്മുടെ വരും. ഇത് പ്രാക്ടീസ് ചെയ്യുക, ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കുക, വലിയ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഒത്തിരി ആൾക്കാരുടെ ലൈഫിൽ ഈ പ്രോസ്പെരിറ്റി എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് രാവിലെ മോർണിംഗ് സെഷൻ വരുന്നവരെല്ലാവരും നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെയാണ്. ഈ പ്രൊജക്റ്റ് വലിയ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പ്രോസസ്സിൽ ഇപ്പോൾ 50 പേരുടെ മീറ്റിംഗ് 500 പേരിലേക്ക് എത്തുമ്പം നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഫാമിലി സെക്യൂർ ആയിട്ടുണ്ടാവും. നമ്മൾ ടോട്ടൽ ടീം രാവിലെ പ്രത്യേകിച്ച് ജോയിൻ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും അറിയാവുന്നവർ എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പ്രൊജക്റ്റ് നമ്മളെല്ലാവരും കൂടി വിജയിപ്പിച്ച് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കണം. ഈ വർഷത്തെ ഓണം കഴിഞ്ഞാൽ അടുത്ത വർഷമല്ല ഓണം ഉണ്ടാകുന്നത്, ഈ വർഷത്തെ ഓണം മുതൽ എല്ലാ ദിവസവും ഓണം ആക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഇന്ദിരകുമാർ സാറിന് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. അറിവിന് നമ്മൾ വില കൊടുക്കുക, തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഇന്ദിരകുമാർ സാർ. താങ്ക് യു ഗണേഷ് സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഇന്ദിരകുമാർ സാർ. താങ്ക് യു ഗണേഷ് സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സർ.